Hi all, welcome you all to Econometrica. I am Kavya. അപ്പോൾ നമ്മളെല്ലാവരും വളരെ ഈഗർനെസ്സോട് കൂടി കാത്തിരുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് PSC റീസെന്റ് ആയിട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 741/2024 ആണ്. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഇങ്ങനെ എല്ലാ ജില്ലകളും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്കറിയാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. വിത്ത് നെഗറ്റീവ് മാർക്കിങ്ങോട് കൂടി തന്നെയാണ് ഈ ഒരു എക്സാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറപ്പെടുവിക്കുന്നത്. 19 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലെ. ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഇക്കണോമിക്സില്, സ്റ്റാറ്റിസ്റ്റിക്സില്, മാത്തമാറ്റിക്സിൽ അല്ലെങ്കിൽ കൊമേഴ്സില്, പക്ഷേ കൊമേഴ്സ് പഠിക്കുന്ന സമയത്ത് ഒരു കണ്ടീഷനും കൂടിയുണ്ട്, നിങ്ങൾ സ്റ്റാറ്റി ഒരു പേപ്പർ ആയിട്ട് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് എക്കണോമിക്സോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സോ മാത്തമാറ്റിക്സോ കൊമേഴ്സ് സ്ട്രീമിലുള്ളവരാണ് നിങ്ങളെങ്കിൽ കൊമേഴ്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഓപ്ഷൻ അഡോപ്റ്റ് ചെയ്തവർക്കാണ് ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധ്യമാകുന്നത്. അപ്പം വിൻഡോ ഒക്കെ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ വിൻഡോസ് എല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 29/1/2025 ആണ്. നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടൽ വഴിയാണ് നിങ്ങൾ ലോഗിൻ ചെയ്യുക. മേക്ക് ഷുവർ ദാറ്റ് യു ചേഞ്ച് യുവർ പാസ്വേർഡ്സ് എവറി 6 months. അതുപോലെ തന്നെ നിങ്ങളെ ന്യൂ പാസ്വേർഡ് ചോദിക്കാതെ ന്യൂ പാസ്വേർഡ് വെച്ച് യു പ്ലീസ് റീ എൻറ്റർ. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ റിക്രൂട്ട്മെന്റ് സ്റ്റാറ്റസ് കാണാം. അവിടെ പോയി വളരെ സ്പഷ്ടമായി ഓരോ ഡീറ്റെയിൽസും നിങ്ങൾ ജില്ലാ വൈസ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് മുൻപ് നടന്നിട്ടുള്ള അപ്പോയിന്റ്മെന്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് പരിശോധിച്ച ശേഷം മാത്രം വളരെ വ്യക്തമായി വളരെ സ്പഷ്ടമായിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് ഏത് ജില്ലയിലാണ് എന്നുള്ള ഒരു കൺഫർമേഷനും കൂടി ഒന്ന് എത്രത്തോളം അഡ്വൈസ് പോയിട്ടുള്ളതും ഏത് ജില്ലയിലാണ് എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പം നമ്മളെല്ലാവരും ഈഗർനെസ്സോട് കൂടി തന്നെ കാത്തിരുന്ന അഡ്വർടൈസ്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അല്ലെ. എന്തിനാണ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം, എക്സാം ഇന്ന് ഷഡേന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ നമ്മള് എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. എല്ലാവരും നല്ല പുതിയ പുതിയ വീഡിയോസ് നമ്മുടെ ക്ലാസ്സിൽ നമ്മളുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള അപ്ഡേഷൻസ് ഉൾപ്പെടെ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു. ദിസ് ഇസ് മീ കാവ്യ. താങ്ക് യു all.